രാവിലെ തിരുവനന്തപുരത്ത് ഒരു അപകടം നടന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പം ആ വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. തിരുവനന്തപുരത്തെ കല്ലമ്പലത്താണ് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടമുണ്ടായത്. വിദ്യാർത്ഥികൾക്കൊക്കെ പരിക്കേറ്റു. 40ഓളം പേരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്. തൃശ്ശൂർ കൊടകര MBA കോളേജിലെ വിദ്യാർത്ഥികളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നുള്ള ചില പ്രതികരണങ്ങൾ കേൾക്കാം. അതിനുശേഷം സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം നമ്മുടെ അർജുൻ ചേരും. 3:30 മണിയോടുകൂടി വലിയൊരു സൗണ്ട് കേട്ടു. നമ്മളിറങ്ങി നോക്കിയപ്പോഴാണ് നമ്മളെ ഷെയ്ഡിലിടിച്ച് നിൽക്കുന്നത്. നമ്മളാകെപ്പാടെ പേടിച്ചു പോയി. പക്ഷേ അതിനകത്തുള്ള കുട്ടികളെല്ലാം അവർ വെളിയിലെടുത്ത്. എന്താ അർജുനെ അവിടെ പറ്റിയത്? റോഡിൽ നിന്നും വാഹനം താഴേക്ക് മറിഞ്ഞ് വീഴുകയായിരുന്നോ? എന്താ അവിടെ ഈ അപകട കാരണം എന്താണ്? ഈ പരിക്കേറ്റ് ആശുപത്രിയിലായ കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ ആരോഗ്യനില എന്താണ് അർജുൻ? സേതു, ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. കല്ലമ്പലത്ത് നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് നാവായിക്കുളം എന്ന ഭാഗത്ത് വെച്ചാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ദൃശ്യങ്ങൾ കാണാം. റോഡിൽ നിന്ന് തെന്നിമാറി ഒരു വീടിന്റെ ഭാഗത്തേക്ക് ഈ ബസ് മറിഞ്ഞ് ഉള്ളതാണ് അപകടം. അതിൽ ആശങ്കപ്പെടുത്തുന്നത് 2 പേരുടെ പരിക്ക് അത് ഗുരുതരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. തൃശ്ശൂരിൽ നിന്ന് ആണ് ഈ പഠനയാത്രയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിയ വിദ്യാർത്ഥികളടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. 42ഓളം പേരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്. അപകട സമയത്ത് തന്നെ നാട്ടുകാരുൾപ്പെടെ ഓടിയെത്തിയാണ് ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. 2 പേരുടെ പരിക്ക് ആശങ്കപ്പെടുത്തുന്നതാണ്. അവരെ ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പുലർച്ചെ 3 കൂടിയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇത് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതിനോട് തൊട്ട് ചേർന്നുള്ള സർവീസ് റോഡാണ്. ഈ സർവീസ് റോഡ് വഴി വരുന്ന ഘട്ടത്തിലാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. അപകടത്തിന് ഇടയാക്കിയത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ എന്നുൾപ്പെടെയുള്ള സംശയങ്ങൾ ഇപ്പോഴുണ്ട്. ചെറിയ ഒരു പാതയാണ്, അതുകൊണ്ട് തന്നെ മറ്റ് അപകട സാധ്യത കാര്യമായിട്ടില്ല. ഒരു വീടിനോട് ചേർന്നുള്ള ഭാഗത്തേക്കാണ് ഈ വാഹനം മറിഞ്ഞിട്ടുള്ളത്. ആ വീട്ടിൽ ഉടമ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയാണ് ഇപ്പോൾ ആളുകളെ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഉൾപ്പെടെ കൊണ്ടുപോയിട്ടുള്ളത്. ആ വീട്ടുടമ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് ചേട്ടാ? സംഭവിച്ചത് 3:30 മണിയായി. ഒരു ഭയങ്കരമായിട്ടുള്ള സൗണ്ട് കേട്ടു. അപ്പോൾ എണീച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ നമ്മളെ മുറ്റത്ത് ഷെയ്ഡിൽ തട്ടി കിടക്കുകയാണ് ഈ ടൂറിസ്റ്റ് വണ്ടി. അപ്പോൾ അതിലുള്ള കുട്ടികളും ഏതാണ്ട് മൊത്തം അതിനകത്ത് തന്നെ കുടുങ്ങി കിടക്കുകയാണ്. ചിലർക്കെല്ലാം പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഉടനെ തന്നെ ഞാൻ പോലീസിനെ അറിയിച്ചു. പോലീസ് ഫയർഫോഴ്സിനെ അറിയിച്ച് അവർ 2 പേരും കൂടെ വന്നു. പിന്നെ പരിക്ക് പറ്റാത്ത കുട്ടികളും എല്ലാവരും കൂടെ സഹകരിച്ച് ഡോറ് തട്ടി പൊട്ടിച്ച് ഓരോരുത്തരായിട്ട് വെളിയിലിറക്കി. അങ്ങനെ എല്ലാവരെയും ബാഗും കാര്യങ്ങളും എല്ലാം എടുത്ത് എടുത്തിട്ട് 2-3 പേര് ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലോട്ട്. കുട്ടികൾക്ക് നല്ല പരിക്കുണ്ടോ? എല്ലാവരും ഒരുവിധമുള്ളവരെല്ലാം നടന്നാണ് പോയത്. പരിക്കുണ്ടായിരിക്കാം. ചില സ്ഥലത്ത് രക്തമൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഓരോരുത്തർക്ക് പല സ്ഥലത്തും. അതുകൊണ്ട് എത്ര കുട്ടികൾക്ക് പരിക്കുണ്ടെന്നുള്ള എനിക്കറിയില്ല. ചേട്ടൻ എങ്ങനെയാണ് അറിഞ്ഞത്? ശബ്ദം കേട്ടിട്ടാണോ അറിയുന്നത്? ഭയങ്കര സൗണ്ടാണ് കേട്ടത്. ഇത് വന്ന് വീഴുന്നത് നമ്മളെ ഗേറ്റ് ഷീറ്റിൻ്റെ ഗേറ്റായിരുന്നു. അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് താഴെ പോയി. എന്നിട്ട് ഷെയ്ഡിൽ വന്ന് തട്ടിയാണ് നിൽക്കുന്നത്. ആ ഷെയ്ഡിൽ തട്ടി നിന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ വീടും പോയിന്. ഈ ഡ്രൈവർ ഉറങ്ങിപ്പോവാനാണോ സാധ്യത? വേറെ എങ്ങനെയാണ്? അതിനെപ്പറ്റി എനിക്കറിയില്ല. കാരണം ഞാൻ 3:30 മണിക്ക് സൗണ്ട് കേട്ടാണ് എണീച്ചത്. അതിനെപ്പറ്റി ഒരു വിവരമില്ല. അത് ഇതിൽ ക്യാമറ കാണും. ആ ക്യാമറ വെച്ച് നോക്കിയാൽ അതിന് മനസ്സിലാവുമായിരിക്കും. സേതു, വലിയ അപകടത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ സമാധാനമുള്ളത് കൂടുതൽ പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇവർ തൃശ്ശൂരിലെ കൊടകര സഹൃദയ കോളേജിലെ MBA വിദ്യാർത്ഥികളാണ്. 42 വിദ്യാർത്ഥികളും 3 അധ്യാപകരും 2 ജീവനക്കാരുമാണ് ഈ ബസ്സിലുണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കോളേജ് വിദ്യാർത്ഥിയായ ക്രിസ്റ്റോ പോൾ, അസിസ്റ്റന്റ് പ്രൊഫസറായ നോയൽ വിൽസൺ, ഇവർക്കാണ് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റുള്ളത്. മറ്റ് കുട്ടികൾക്കും ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ റോഡിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി വ്യക്തതയോടുകൂടി ഈ ദൃശ്യം കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം റോഡിനോട് ചേർന്നുള്ള വഴിയിലാണ് ഈ വീട് ഉള്ളത്. റോഡിനോട് ചേർന്ന് തന്നെയാണ് കാണാം. ഇത് ദേശീയപാതയോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡാണ്. ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക്, അതായത് കൊല്ലം ഭാഗത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയാണിത്. ഈ വീടിനോട് ചേർന്ന് അതിൻ്റെ ഒരു ഭാഗത്തേക്ക് തട്ടി ഈ വാഹനം മറിഞ്ഞുവെന്നാണ് പറയുന്നത്.
മറ്റ് ഏതെങ്കിലും കാരണം നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനും കഴിയില്ല. കാരണം ഈ വഴി ചെറിയ വഴിയാണ്. ഒന്നുകിൽ അമിത വേഗതയോ അല്ലെങ്കിൽ ഡ്രൈവർ ഉറങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയാണ് എന്തായാലും ഉള്ളത്. എന്തായാലും വാഹനത്തിൻ്റെ രണ്ട് ഭാഗത്തും ക്യാമറയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്യാമറ അടക്കം പരിശോധിച്ച് കഴിഞ്ഞാൽ അപകടത്തിനുള്ള കാരണം എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. ശരി, ഓക്കെ അർജുന, ശരി. അപ്പോൾ അർജുനാണ് സംഭവ സ്ഥലത്തുനിന്ന് വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.